നേജ ഇടവക ദേവാലയത്തിൻ്റെ കുദാശ കർമ്മത്തിനായി ഞങ്ങൾ ഇടവകയിൽ നിന്ന് ഏതാനും പേരുമായി യാത്ര പുറപ്പെടുകയുണ്ടായി. തദവസരത്തിൽ ഞങ്ങൾ പ്രവേശിച്ച റെസ്റ്റോറൻറ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറെ വ്യത്യസ്തത നിറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഉൾപ്പെടുത്തുവാനുള്ള കാരണം. ശ്രീ ഗോട്ടിയാർ കാട്ടിയവാടി ദാവ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഗുജറാത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കാട്ടിയവാടി എന്നുള്ള ആ ഒരു നാമധേയം ഇവിടെ പ്രവേശന കവാടത്തിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ തന്നെ സൗരാഷ്ട്ര പ്രദേശത്തെ പ്രധാനമായിട്ടും വിളിക്കുന്ന പേരാണ് കാട്ടിയവാടി എന്ന് പറയുന്നത്. ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡ് പുറത്തിറക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ ഒരു രീതിയിലുള്ള കാട്ടിയവാടി റെസ്റ്റോറൻറ്റുകൾ നിലവിലുണ്ട്. അഹമ്മദാബാദ് പ്രദേശത്തും ഇപ്പോൾ ഞങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് നിലകൊള്ളുന്നത് മനേജ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൃത്യമായിട്ട് പറഞ്ഞ മക്കാർപുര എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഉച്ചഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. മനേജ എന്ന് പറയുന്ന പാരീഷിൻ്റെ കുദാശ കർമ്മത്തിന് വേണ്ടി ഞങ്ങൾ ഇടവക്കാരോടൊപ്പം പുറപ്പെട്ട അവസരത്തിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പ്രവേശിച്ച് ഈ ഒരു ഉച്ചഭക്ഷണത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. എല്ലാ ദിവസവും ചോറും കറികളും ആയതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള കാട്ടിയവാടി റെസ്റ്റോറൻറ്റിലെ പ്രധാന വിഭവം തന്നെയാണ് ഉച്ചഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ നൽകിയത്. ഈ കാട്ടിയവാടി റെസ്റ്റോറൻറ്റ് മറ്റൊരു വലിയ പ്രത്യേകതയാണ് ധാരാളം പിക്കിൾസ്, അതും വിവിധ ഇനത്തിൽപ്പെട്ട പിക്കിൾസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിൻ്റെ ഒരു ഭാഗമായ സൗരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഒരു പ്രദേശം അറിയപ്പെടുന്നത് കാട്ടിയവാടി എന്നുള്ള പേരിലാണ്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇനത്തിൽപ്പെട്ട വിഭവങ്ങളാണ് ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതലും നെയ്യ് ഉപയോഗിച്ചാണ് ഇവർ ഭക്ഷണ സാധനങ്ങൾ മുഴുവനും തയ്യാറാക്കുന്നത്. അതിൻ്റേതായ രീതിയിലുള്ള ഓയിൽ നമുക്ക് ഓരോ ഭക്ഷണത്തിലും കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓരോ വിഭവത്തിനും നമുക്ക് ലഭ്യമാകുന്നത്. അതുതന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രധാനമായ കാരണം എന്ന് പറയുന്നത്. ജോസഫേട്ട, ഇവിടെ ഒത്തിരി പിക്കിൾസ് കാണുന്നുണ്ടല്ലോ. ഈ പിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറയാമോ? ഗുജറാത്തി ടൈപ്പാണെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഇതിൻ്റെ പേരുകൾ കൃത്യമായിട്ട് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടെ മധുരമുള്ള അച്ചാറുകളുണ്ട്. മധുരമുള്ള ചെറുനാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, വേറൊരു പുളി അച്ചാറ്, അതിന് പുറമെ എരിവുള്ള അച്ചാറ്, നമ്മുടെ ക്യാരറ്റിന്റെ അച്ചാറ്, മാങ്ങയുടെ അച്ചാർ, എരിവുള്ള 2 സൈസ് അച്ചാറ്. ഓക്കെ. പിന്നെ വരുന്ന ഗുജറാത്തി ഐറ്റമാണ്. ഇതിന് ഇവിടെ ഗുന്ദർ എന്ന് അങ്ങനെയാണ് പറയുന്നത്. ഗുന്ദർ. ഓക്കെ. അതിന്റെ അച്ചാറ്. അതിന് പുറമെ നമുക്കിവിടെ ഇത് കാട്ടിയവാടി ഐറ്റംസ് ആണ്. 2 സൈസിലുള്ള ചട്നികളുണ്ട്. വെളുത്തുള്ളി ചട്നിയും മറ്റൊരു എരിവുള്ള ചട്നിയും. അതിന് പുറമെ കഴിക്കാൻ നമ്മുടെ ഗീയും ഗൂഡും കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ മസാലകൾ എന്തൊക്കെ ഉണ്ടല്ലോ? മസാല ഇത് ചാസിനുള്ള മസാലയാണ്. ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ചാസിൽ ഈ മോരുവെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ്. വെരി ഗുഡ്. ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് സ്പെഷ്യൽ വിഭവങ്ങളായതുകൊണ്ട് എല്ലാ അച്ചാറുകളും തന്നെ പരീക്ഷിച്ച് നോക്കുക ആവശ്യകമായിരുന്നു. ഒപ്പം വെജിറ്റബിൾ സലാഡുകളും കൂടി ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട്. വ്യത്യസ്തത നിറഞ്ഞ മറ്റു സലാഡുകളും നമുക്ക് ഈ വിഭവത്തോടൊപ്പം ലഭ്യമാണ്. ഗുജറാത്തിലെ സൗരാഷ്ട്ര ഭാഗത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യ വിഭവങ്ങളെ വെളിവാക്കുന്ന രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമായത്. അതിൻ്റേതായ ഒരു പ്രത്യേകതയും അതിൻ്റേതായ ഒരു ടേസ്റ്റും തീർച്ചയായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഓരോ വിഭവത്തിലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ സാധിച്ചു. പഴയ കാലഘട്ടങ്ങളിലെ വിഭവങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് ഗുജറാത്തി ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടൊരു ടേബിളിൽ നിരത്തി വച്ചിരിക്കുന്ന വിഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയും പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വേണം റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ള ചിന്ത ഇവർക്കുള്ളത് കൊണ്ടാണ്
റെസ്റ്റോറൻറ്റിലെ ബിൽ കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു മേശയിൽ ഇത്രമാത്രമുള്ള വിഭവസമർത്ഥമായ കാര്യങ്ങൾ അവർ ക്രമീകരിച്ചു വയ്ക്കുവാനുള്ള കാരണവും ഗുജറാത്തിലെ പ്രവാസി മലയാളികൾ ഒരിക്കലെങ്കിലും ഈ വിഭവങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ആവശ്യകമാണ്.